ഞാൻ അതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും CPM-ന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിക്കണം, എവിടെയാണ് മോശപ്പെട്ട ഒരു വാക്ക് ഉപയോഗിക്കുന്നവനായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്? എവിടെയാണ് എന്റെ നവമാധ്യമങ്ങൾ ഇടപെടലുകളിൽ എവിടെയെങ്കിലും ഒരു വാക്കെങ്കിലും ഒരാളെ പറ്റി മോശമായി ഞാൻ പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് വ്യക്തിഹത്യ നടത്തി ഒരു തെരഞ്ഞെടുപ്പിന് ഞാൻ ജയിച്ചിട്ടുള്ളത്? ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച തെരഞ്ഞെടുപ്പ് ടൈറ്റായ തെരഞ്ഞെടുപ്പായിരുന്നു, ഇതുപോലെയല്ല, വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു. ഞങ്ങൾ ആരും അങ്ങനെ വ്യക്തിഹത്യയെ പിന്തുണക്കില്ല, അതിന്റെ പിന്നാലെ നടക്കില്ല, അതിന് സംരക്ഷണം കൊടുക്കില്ല, അതിനെ ഞങ്ങൾ തള്ളിപ്പറയും. ഞാൻ ഒരു കാര്യം പറയുന്നു, എന്റെ മനസ്സും വാക്കും അറിയാത്ത കാര്യങ്ങൾക്കെതിരെ എന്നെ നിരന്തരം ഇപ്പതാ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം, ഇവരുടെ ലോജിക്ക് വെച്ച് നോക്കിയിട്ടാണെങ്കിൽ ഞാനാണോ മുദ്രാവാക്യം വിളിച്ചത്? ഞാനാണോ മുദ്രാവാക്യം വിളിപ്പിച്ചത്? പക്ഷെ എന്റെ ഫോട്ടോയും പേരും വെച്ചിട്ടല്ലേ മുഴുവൻ ഇടത്തും പ്രചരണം നടത്തിയത്? ആ പ്രകടനത്തിൽ മുഴുവൻ എനിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളല്ലേ വിളിപ്പിച്ചത്? അപ്പൊ അതൊന്നും വ്യക്തിഹത്യയല്ലേ? അതൊക്കെ രാഷ്ട്രീയ മര്യാദയാണോ? തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസിന്റെ കുഞ്ഞാണ്, ഈ നാടിന് കോൺഗ്രസ് സമ്മാനിച്ചതാണ്. ഇനി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രിയപ്പെട്ട അമ്മമാർക്ക്, ചേച്ചിമാർക്ക് 400 രൂപയാക്കി അവരുടെ കൂലി വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. കോൺഗ്രസും ലീഗും അടങ്ങുന്ന ഇന്ത്യ മുന്നണിയുടെ തീരുമാനം.